കൃപാസനത്തിലെ മാതാവിനെ ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കാരണം എനിക്ക് 2 സാക്ഷ്യങ്ങളാണ് പറയാനുള്ളത്. എൻ്റെ ഈ ഉടമ്പടി എടുത്തത് എൻ്റെ അമ്മയാണ്. അപ്പം എൻ്റെ പേര് റിജോ, എൻ്റെ വൈഫിൻ്റെ പേര് പ്രിൻസി. ഞങ്ങൾ 2 പേരും UK വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ 2 പേരും മെഡിക്കൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 3.5 വർഷം, ഇപ്പം 4 വർഷം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പം അതിനുശേഷം ഞങ്ങൾക്കൊരു കുഞ്ഞില്ല എന്നുള്ളത് വലിയൊരു ദുഃഖമായിട്ടുണ്ടായിരുന്നു. ഒരു 3 വർഷമെങ്കിലും അതൊരു 30 വർഷത്തിൻ്റെ ഒരു വേദനയായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച്. അപ്പം ഞങ്ങൾ സൗദിയിലായിരുന്നു ആദ്യം. അപ്പോൾ സൗദിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി. ഞങ്ങൾ 2 പേരും ടെസ്റ്റൊക്കെ ചെയ്ത് 2 പേർക്കും കുഴപ്പമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷനിലോട്ട് പോകാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടും എല്ലാത്തിലും വലിയൊരു തടസ്സമാണ് നിന്നത്. അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ല, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി. പിന്നെ സൗദിയിൽ നിന്ന് ഞങ്ങൾ UK സെലക്ട് ചെയ്തപ്പോൾ ഡയറക്റ്റ് ഞങ്ങൾ സൗദി UK പോയി. അപ്പോൾ വീണ്ടും ഒരു 2 വർഷം നാട്ടിൽ വന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുമെന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു. പക്ഷേ നാട്ടിൽ വരാൻ ഞങ്ങൾക്ക് അനുവാദം ലഭിച്ചില്ല. അവിടുന്ന് തന്നെ ഡയറക്റ്റ് ഒരു എമർജൻസി റിക്രൂട്ട്മെൻറ്റ് പോലെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് UK ചെന്നപ്പോൾ അവിടുത്തെ മെഡിക്കൽ സിസ്റ്റത്തിൽ നമുക്ക് അങ്ങനെ പെട്ടെന്നൊരു അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അതുപോലെ തന്നെ അപ്പം അവിടെ ചെന്നപ്പോഴും ഞങ്ങൾക്ക് ചെറിയ ടെസ്റ്റുകളൊക്കെ ചെയ്തു. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ എന്താണ് റീസൺ എന്നുള്ളൊരു ഇൻവെസ്റ്റിഗേഷനൊന്നും ഫർദറായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല. മെഡിക്കൽ ഫീൽഡായിട്ട് നമുക്കറിയാം എന്താണ് അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ ഞങ്ങൾ അതിനുവേണ്ടി ഒരുപാട് വെയിറ്റ് ചെയ്തു. എന്നിട്ട് ട്രീറ്റ്മെൻ്റ് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ഈ കഴിഞ്ഞ ഒക്ടോബറിൽ നാട്ടിലേക്ക് വരാൻ വേണ്ടി ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ആ സമയത്താണ് അമ്മ കഴിഞ്ഞ ജൂലൈ 2023 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല എന്നാണ് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. എന്താണ് കാരണമോ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ട്രീറ്റ്മെൻറ്റ് ഇറങ്ങി തിരിച്ച് എല്ലാത്തിനും തടസ്സമാണ്. ഞങ്ങൾ ഒരു 500 പൗണ്ടോളം, അതായത് ഒരു 50,000 1 ലക്ഷം രൂപയൊക്കെ മടക്കി അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് പോലും അവിടെ ചെല്ലും പകുതി വെച്ച് ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയോ റീസൺ പറഞ്ഞ് കട്ടാകും. വീണ്ടും ട്രീറ്റ്മെൻറ്റിലോട്ട് പോകാൻ കഴിയുന്നില്ല. അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടിലായിരുന്നു ഞങ്ങളിരുന്നത്. അപ്പോഴാണ് എൻ്റെ സഹോദരി വഴിയാണ് അമ്മ ഈ ഈ ഉടമ്പടിയെക്കുറിച്ചൊക്കെ അറിയുന്നത്. അങ്ങനെ അമ്മ ജൂലൈ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ ഞങ്ങൾ എല്ലാ മാസവും എല്ലാവരെ പോലെ തന്നെ വളരെ ആഗ്രഹത്തോടുകൂടി നോക്കിയിരിക്കും. അവസാനം ഞങ്ങൾക്കൊരു നിരാശയായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരുന്ന സമയത്താണ് അമ്മ 2021 ജൂലൈയിൽ ഉടമ്പടി എടുത്തു. ഒരാഴ്ചയൊക്കെ കഴിഞ്ഞു. അതായത് ആ മാസം, അതായത് ജൂലൈ 25 ആയപ്പോഴത്തേക്ക് ഞാൻ ഇതിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈഫ് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് വിളിച്ചു. ശരിക്കും ഇത് നോക്കാൻ കാരണം ഞങ്ങൾ എല്ലാ മാസവും ഇങ്ങനെ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്ന കാരണം ഉണ്ടാകാറില്ല. അതുകൊണ്ട് പ്രഗ്നൻസി ടെസ്റ്റുകളൊന്നും ചെയ്യാറില്ല. ഒരു 6 മാസം 1 വർഷമായിട്ടും ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൂട്ടുകാരൻ്റെ വൈഫിന് ഇതുപോലെ പ്രഗ്നൻ്റ് ആയെന്നുള്ള സന്തോഷ വാർത്ത എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാനത് ഇവളോട് വിളിച്ച് പറയുകയും ചെയ്തു, ഇതുപോലെ പ്രഗ്നൻ്റ് ആയി. അപ്പോൾ അവരും പ്രഗ്നൻ്റ് ആയി എന്നുള്ളൊരു നമുക്കൊരു മനസ്സിലൊരു വിഷമമുണ്ട്. അതൊരു മനുഷ്യ സഹജമായിട്ട് നമുക്ക് മാത്രം ഉണ്ടാകുന്നില്ല എന്നുള്ള വിഷമമുണ്ടായിരുന്നു. അപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ എനിക്കൊരു ഫോൺ കോൾ വരുന്നു. വലിയൊരു വായിൽ കരഞ്ഞുകൊണ്ട് ഇവളെന്നെ ഫോൺ വിളിക്കുന്നു. അപ്പോൾ ഞാൻ ഡ്യൂട്ടിയിലാണ്, എനിക്ക് ഫോൺ എടുക്കാൻ പറ്റുന്നില്ല. 2-3 വട്ടം ഞാൻ ഫോൺ എടുത്തു, കട്ട് ചെയ്തു. ഞാൻ തിരിച്ച് വിളിക്കാം. എന്നിട്ട് ഞാനൊന്ന് ഫ്രീ ആയ സമയം ഞാൻ തിരിച്ച് വിളിച്ചപ്പോൾ ഇവളെന്നോട് കരഞ്ഞ കാര്യം പറയുകയാണ്. കഴിഞ്ഞ 1 ആഴ്ചയായിട്ട് ഇവൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷേ എന്നോട് പറയാതിരുന്ന കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യത്തെ പോലെ അവൾ പ്രതീക്ഷയോടെ നോക്കിയിരിക്കും, അത് ഏറ്റവും വലിയ നിരാശയായി തീരും. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രഗ്നൻസി പോസിറ്റീവ് കാണിക്കുന്നു കിറ്റിൽ. അപ്പോൾ ഒരു 6 മാസം മുമ്പ് വാങ്ങിച്ചു വെച്ച കിറ്റില്ല പോസിറ്റീവ് കാണിച്ചു. എന്നിട്ട് ഞാൻ ഇവളോട് പറഞ്ഞാൽ കിറ്റ് എടുത്ത് നമുക്ക് വേറെ കിറ്റ് നോക്കാം. എന്നിട്ട് ഇതിപ്പോൾ തൽക്കാലം ആരോടും പറയണ്ട, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ പറഞ്ഞ കിറ്റിനൊക്കെ എക്സ്പയറി ഉള്ളതാണ്. ഞാൻ ഒന്നിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കിറ്റ് കൊണ്ടുവരാം, അല്ലെങ്കിൽ നമുക്ക് വേറെ കടയിൽ പോയി നല്ലൊരു കിറ്റ് വാങ്ങിക്കാം. അങ്ങനെ ഞങ്ങൾ ഒരു കൺഫേം ചെയ്യാൻ വേണ്ടി പിറ്റേ ദിവസം അന്ന് വൈകിട്ട് തന്നെ ഞങ്ങളൊരു കിറ്റ് വാങ്ങിച്ചുകൊണ്ടു. പിറ്റേ ദിവസം രാവിലത്തെ യൂറിനിലാണല്ലോ എക്സാക്ട് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയും പോസിറ്റീവ് കാണിച്ചു. എന്നിട്ട് ഞങ്ങൾക്ക് വിശ്വാസമില്ല, എന്തെങ്കിലും ഫോൾസ് ആണോ കാണിക്കുന്നത് ഡൗട്ട് അടിച്ചിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അവരോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ UK ബ്ലഡ് ടെസ്റ്റ് ഒന്നും ആദ്യമേ എടുക്കില്ല നമ്മുടെ നാട്ടിലെ പോലെ. അപ്പോൾ അവർ പറഞ്ഞു യൂറിനിൽ പോസിറ്റീവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബ്ലഡിലും പോസിറ്റീവ് ആയിരിക്കുമല്ലോ. പക്ഷേ എങ്കിലും നമുക്കൊരു വിശ്വാസത്തിൻ്റെ കുറവുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മാതാവ് എടുത്ത് 13-ാം തീയതി എടുത്ത ഉടമ്പടി 25-ാം തീയതി ആയപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു സന്തോഷ വാർത്ത ലഭിച്ചു. അതിലൊരുപാട് സന്തോഷമുണ്ട്, മാതാവിനോട് ഒരു നന്ദിയുണ്ട്. അതിൻ്റെ പ്രേക്ഷിത വേലയായിട്ട് അമ്മയാണെങ്കിൽ ഇവിടെ വന്ന പത്രം വിതരണം ചെയ്തു. അതുപോലെ തന്നെ
ഇവിടുന്ന് കൊണ്ടുവന്ന ഉപ്പും എണ്ണയും എൻ്റെ സഹോദരിയുടെ കൊടുത്തു വിട്ട് ഞങ്ങളത് വെച്ച് പ്രാർത്ഥിക്കുക ചെയ്തു. അങ്ങനെ അതുകൊണ്ട് ഒരുപാട് അത് ഞങ്ങളെ സംബന്ധിച്ചതൊരു വലിയൊരു സാക്ഷ്യമാണ്. കാരണം ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് നാൾ കാത്തിരുന്നതിന് ശേഷം ഞങ്ങൾക്ക് ദൈവം തന്നൊരു കുഞ്ഞാണ്. ആ കുഞ്ഞാണ് ഇപ്പോൾ എൻ്റെ ഭാര്യയുടെ കയ്യിലിരിക്കുന്നത്. ദൈവം അനുഗ്രഹിച്ച് എല്ലാം നല്ല കൃപയോടെ നടന്നു. അതുപോലെ രണ്ടാമതൊരു സാക്ഷ്യം പെട്ടെന്നൊക്കെ പറയാം. എൻ്റെ സഹോദരിയുടെ കാര്യത്തിൽ, സഹോദരി ഒരുപാട് ട്രൈ ഒക്കെ ചെയ്തതിന് ശേഷമാണ് UK വന്നത്. വന്നിട്ടൊരു 3 മന്തിനുള്ളിൽ തന്നെ ബ്രസ്റ്റിൽ ഒരു ചെറിയൊരു മുഴ പോലെ വന്നു. അപ്പോൾ മുഴ പോലെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് എൻ്റെ വൈഫിനോട് പറയുകയും, അപ്പോൾ ഞങ്ങളത് കേട്ടപ്പം നമുക്ക് മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ഇച്ചിരി കൺസേൺ കൂടുതലാണ്. അപ്പം ഞങ്ങൾ നോക്കിയതിന് ശേഷം നമുക്കൊരു ഇത് എല്ലാ സിംറ്റംസൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ക്യാൻസർ ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണല്ലോ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ക്യാൻസർ ആയിരിക്കാം എന്നൊരു, കാരണം എല്ലാ സിംറ്റംസൊക്കെ ഏകദേശം ഒരുപോലെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇവളെ ഭീതിപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യണ്ട, നമുക്ക് നാട്ടിലോട്ട് പോകാം. ഒരുപാട് പൈസ മുടക്കി UK വന്നതാണ് എൻ്റെ സഹോദരി. അപ്പം 3 മാസത്തിന് ശേഷം വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് പോകാമെന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു വിഷമമുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു മുഴ കണ്ട് ഞങ്ങൾ ഭയപ്പെട്ടു. അപ്പോൾ UK ഞങ്ങൾ അവിടുത്തെ ഹോസ്പിറ്റലുകൾ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് അവിടെ നിന്ന് പെട്ടെന്ന് എന്താണെന്ന് ഡയഗ്നൈസ് ചെയ്യാമെന്ന് തന്നെ പറഞ്ഞത് വലിയൊരു റിസ്ക്കാണ് അവിടെ. അതായത് ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ നാട്ടിലേക്ക് പോകാം, ഞാനിവിടെ വരാൻ കൂടെ, അല്ലെങ്കിൽ നീ നമുക്ക് എന്നിട്ട് നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞു. ഒരുപാട് വിഷമമായിരുന്നു. ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഫാമിലിയൊക്കെ അവളവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് അറിഞ്ഞപ്പം ഇത് ക്യാൻസർ ആണെന്നങ്ങ് തീരുമാനിച്ചു. കാരണം നമ്മൾക്ക് ഈ മെഡിക്കൽ സംബന്ധമായിട്ട് അറിയാവുന്ന കാരണം നമ്മൾ ഇത് ആണെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. ഒരുപാട് വിഷമിച്ചു. അമ്മയെ വിളിച്ച് ഒരുപാട് കരയുകയും ചെയ്തു. അമ്മ വീണ്ടും വന്ന് അവൾക്ക് വേണ്ടി വേറൊരു ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി എടുത്തു. എന്തോ ഭാഗ്യം പോലെ ഞങ്ങൾക്ക് പെട്ടെന്നൊരു അപ്പോയിൻമെൻറ്റ് കിട്ടി. അപ്പോൾ ആ മുഴ എന്താണെന്നറിയാൻ വേണ്ടി അവർ പെട്ടെന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് തന്നെ അവർ ചെന്നു ടെസ്റ്റ് ചെയ്തു. അന്നേരം തന്നെ അവർ ഇത് സാധാരണ മുഴയാണ്, ഇതിനകത്ത് പേടിക്കാനൊന്നുമില്ല. അവർ നിങ്ങൾക്ക് പേടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പം തന്നെ എടുത്ത് കളയാം. അത് അന്നേരം തന്നെ ഇത് എടുത്തു. 5 മിനിറ്റ് കൊണ്ട് എടുത്ത് ആ മുഴ എടുത്ത് കളഞ്ഞവർ. അതൊരു വലിയൊരു സർജറിയിലോട്ടോ അല്ലെങ്കിൽ അത് എന്നിട്ട് അവർ ഇൻവെസ്റ്റിഗേഷൻ അയച്ചു. അത് റിസൾട്ട് വന്നപ്പോൾ ഒന്നും പേടിക്കാതെ ക്യാൻസറൊന്നും അല്ല എന്നുള്ളൊരു സന്തോഷ വാർത്ത ഞങ്ങൾ ലഭിച്ചു. അങ്ങനെ 2 വലിയ സാക്ഷ്യങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് കൃപാസനത്തിൽ വന്ന എൻ്റെ മാതാവ് സാക്ഷ്യം എടുത്തതിൻ്റെ ഫലമായിട്ട് അടിയങ്ങൾക്ക് ലഭിച്ചു. അതുകൊണ്ട് ഒരുപാട് നന്ദി. കൃപാസന പത്രം കൊടുത്തു. അതുപോലെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കടന്ന ഒരാളെ ഞാൻ സഹായിക്കുകയുണ്ടായി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഒരുപാട് പേരെ നമുക്ക് സഹായിക്കാൻ ഞങ്ങൾ മനസ്സോടുകൂടി മുന്നോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാർക്ക് 2-3 പേർക്ക് കുഞ്ഞുങ്ങളില്ലാതെ കഷ്ടപ്പെടുന്ന ആ വേദന ഞങ്ങൾക്കറിയാം നല്ലതായിട്ട്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതിമാർക്കും വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ ദിവസവും. അപ്പോൾ ആ വേദന എല്ലാവർക്കും മാറി എല്ലാവർക്കും നല്ലൊരു കുഞ്ഞിനെ കൂടി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.